ലോകം സാമ്പത്തിക തകർച്ചയിൽ നിന്നും പാൻഡമിക്കുകളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും വെടിമരുന്നിന്റെ ഗന്ധം പടരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത ഇപ്പോൾ കടലിലും ആകാശത്തും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പരിണമിച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്ത് ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ ഇറിസ് ദേന അമേരിക്കൻ അന്തർവാഹിനി ആക്രമണത്തിൽ തകർന്നതും അതിന് പകരമായി പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കൻ എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചതും വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. ഈ പുതിയ സംഘർഷ പരമ്പരയുടെ ആണിക്കല്ല് ശ്രീലങ്കൻ തീരത്തുണ്ടായ നാവിക ആക്രമണമാണ്. ഇറാന്റെ നാവിക കരുത്തിന്റെ പ്രതീകമായി കരുതപ്പെട്ടിരുന്ന യുദ്ധക്കപ്പലായിരുന്നു ഇറിസ് ദേന. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ നീക്കങ്ങൾക്കിടയിലാണ് അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നുള്ള ആക്രമണം കപ്പലിന് നേരെ ഉണ്ടായത്. കപ്പൽ തകരുകയും അതിലുണ്ടായിരുന്ന 87 നാവികർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു യുദ്ധനഷ്ടമല്ല, മറിച്ച് വലിയൊരു അപമാനവും വൈകാരികവുമായ തിരിച്ചടിയായിരുന്നു. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതിന് അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയും വിളിച്ചു പറഞ്ഞു. കേവലം വാക്കുകളിൽ ഒതുക്കാതെ സൈനികമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഈ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നത്. ശ്രീലങ്കൻ തീരത്തെ സംഭവത്തിന് മറുപടിയായി ഇറാന്റെ സായുധ സേനയായ IRGC തങ്ങളുടെ വ്യോമസേന ഉപയോഗിച്ച് വ്യാഴാഴ്ച രാവിലെ അമേരിക്കൻ എണ്ണക്കപ്പലിനെ ലക്ഷ്യം വെച്ചു. വടക്കൻ പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ കപ്പലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു, തീ പിടിക്കുകയും ചെയ്തു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിമാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. കപ്പലിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന സമുദ്രപാതകളിൽ ഒന്നിൽ വെച്ച് അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കാൻ ഇറാൻ കാണിച്ച ധൈര്യം ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ സമുദ്രപാത ഇറാന്റെ നിയന്ത്രണ പരിധിയിലാണുള്ളത്. യുദ്ധസമയത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് തങ്ങളുടെ അതിർത്തിയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു. അമേരിക്കൻ കപ്പലുകളെ മാത്രമല്ല, ഇസ്രയേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ കപ്പലുകളെയും തങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും ഒരു കാരണവശാലും അവയെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് യൂറോപ്പിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കും. ഈ വാർത്ത പുറത്തു വന്നതോടെ ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിച്ചുചാട്ടം പ്രകടമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് യൂറോപ്പിലും ഏഷ്യയിലും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമാകും. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ലോകമെമ്പാടും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. സമുദ്രപാതകൾ യുദ്ധമേഖലകളായി പ്രഖ്യാപിക്കപ്പെട്ടാൽ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ കൂടും. ഇത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. തങ്ങളുടെ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അമേരിക്ക അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാന്റെ ഈ നീക്കം അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ ഏത് നടപടി സ്വീകരിക്കുമെന്നും പെന്റഗൺ വൃത്തങ്ങളും സൂചിപ്പിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ അടുക്കുന്നത് സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വളരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ യുദ്ധക്കളമാക്കാൻ ആഗ്രഹിക്കാത്ത ഈ രാജ്യങ്ങൾ സംയമനം പാലിക്കാൻ ഇരു വിഭാഗത്തോടും ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി ഈ രാജ്യങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രത്യാക്രമണം കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ അതിശൈത്യത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളി കൂടിയാണ്. സമുദ്രയുദ്ധം കടുക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾക്കോ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഈ കനൽ ലോകത്തെ ആകെ ബാധിക്കുന്ന ഒരു വൻ അഗ്നിപർവ്വതമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല.